ഇന്ന് പുസ്തകം ചുരണ്ടുന്ന ഏർപ്പാടേ ഇല്ല. ബോറടിച്ചിരിക്കുകയായിരുന്നു. അനന്തം വന്നത് നന്നായി. അനന്തന് വൈകിട്ട് വേറെ എന്തെങ്കിലും വല്ലതുണ്ടോ? ഫ്രീ ആണെങ്കിൽ നമുക്കൊന്ന് പുറത്തു പോവാം. ഇവിടെ ഇരുന്ന് മുസ്ലിം അനന്തന് ബുദ്ധിമുട്ടാകുമോ? ശരി, എന്നാൽ ഒരു മിനിറ്റ്, ഞാൻ ഇപ്പോൾ റെഡിയാകാം. ഇതുകൊണ്ട് എന്താകാനാ? നാണക്കേടാവില്ല ഈശ്വര. ഞങ്ങളുടെ വാച്ച്മാന്റെ ലോഹ്യം കണ്ടു. വൈകിട്ട് 7 മണി വരെ അയാളൊരു പാവം മനുഷ്യനാണ്. അത് കഴിഞ്ഞാലുണ്ടല്ലോ പിന്നെ മിലിറ്ററി ഡിസിപ്ലിനാണ്. 7 മണിക്ക് ശേഷം അകത്തു നിന്നൊരാൾ പുറത്തേക്കോ പുറത്തു നിന്നൊരാൾ അകത്തേക്കോ വരാൻ കടവിട സമ്മതിക്കില്ല. സന്ധ്യം കൊടുക്കാന്ന് വെച്ചാൽ ലക്ഷ്യമില്ലെന്നേ. അനന്തനറിയാമോ എന്റെ റൂംമേറ്റ് സുഷമയ്ക്ക് പറ്റി? അവൾ ഒരു ദിവസം ചുറ്റാൻ പോയി, ഏതോ ബോയ് ഫ്രണ്ടിന്റെ കൂടെ. കഷ്ടകാലത്തിന് അവൾ മടങ്ങിയെത്തിയപ്പോൾ മണി 7:15. ജന്മം പോയാൽ ഇയാൾ അകത്തേക്ക് വിടൂല. സർവ്വ അടവ് അവൾ പയറ്റി നോക്കി. പിന്നെ ഒടുവിൽ ഇയാൾ കാണാതെ പുറകു വശത്തെ മതില് കയറി കിടക്കേണ്ടി വന്നു അകത്ത് കയറാൻ. ഒന്നാം തരം ഒരു ഫോറിൻ സാരി, ഒരു 200 രൂപയെങ്കിലും വില കാണും. മതിലെ ആണിൽ കൊളുത്തി നെടുകെ കീറിയത് മിച്ചം. ബസ്സിലിപ്പോൾ ഭയങ്കര തിരക്കായിരിക്കും. നമുക്കൊരു ആട്ടോ വിളിക്കാം. നമുക്ക് എവിടേക്കാ പോകണ്ടേ? കുമരംകോവിൽ പോകാമായിരുന്നു, പക്ഷെ ഞാനിന്ന് കുളിക്കില്ല. അനന്തം പോയിട്ടുണ്ടോ അവിടെ? അതെന്താ, വീട്ടിനോടും ദേഷ്യമാണോ? നമുക്കിനി എവിടെ പോവാൻ? നമുക്കിവിടെ ഇറങ്ങാം. ചില്ലി ചിക്കൻ, നൂഡിൽസ്. ഈ ചൈനീസ് ഫുഡ് എന്ന് പറഞ്ഞാൽ എനിക്ക് ജീവനാണ്. ഇത് വാങ്ങിത്തരാമെന്ന് പറഞ്ഞാൽ ഞാൻ എവിടെയും പോകും. പക്ഷെ പറയാനാരെങ്കിലും വേണ്ടേ?